വർഷത്തേക്ക് 9 വർഷം മുമ്പ് ഒരു കുഞ്ഞു ദേവാലയം കുട്ടനാട്ടിൽ പണിയുന്ന നിങ്ങളുടെ അച്ഛനോടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരു കുഞ്ഞു ദേവാലയം കുട്ടനാട്ടിൽ പണിയുന്ന സമയത്ത് 70 വീട്ടുകാരേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞ് കൂടെ ഉണ്ടാവും, കൂടെ ഉണ്ടായിരുന്ന കാലം. പക്ഷേ ദേവാലയ നിർമ്മാണമൊക്കെ നമുക്കറിയാമല്ലോ, വീടൊക്കെ പണിത് അവസാനമാകുമ്പം നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. നമ്മൾ വിചാരിച്ച് 18 ലക്ഷത്തിൻ്റെ തീര് വന്ന് 19ആയി, 22 ലക്ഷമായി ജനൽ വെച്ച്. പക്ഷേ അകത്തെ പണികൾക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പറന്നു പോകും. ദേവാലയത്തിൻ്റെ അവസാന വിനാഴിക ആയപ്പോൾ എനിക്ക് മാനസികമായിട്ട് എൻ്റെ നിലതെറ്റുന്നത് പോലെയുള്ള ഭാരമായി. നിലതെറ്റുന്നത് പോലെയുള്ള ഭാരം, നിലതെറ്റിപ്പോകുന്ന പോലെയുള്ള ഭാരം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് പറഞ്ഞു, അപ്പാ പിതാവേ, പരിശുദ്ധമ്മേ ഔസേപ്പിതാവും വഴി ഞാൻ കരയുകയാണ്. എനിക്ക് എൻ്റെ നിലതെറ്റിപ്പോകുന്നു. ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഭ്രാന്തനായി തന്നെ പോയേക്കാം. എനിക്ക് ഒരു കൈത്താങ് വേണം, ഒരു കൈത്താങ് വേണം. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് വചനം തുറന്ന സമയത്ത് 9 വർഷം മുമ്പ് എൻ്റെ ചങ്കത്തേക്കൊരു വചനം വന്ന് വീണു. ഇന്ന് 9 വർഷങ്ങൾക്ക് ശേഷം കേരളം മുഴുവനുമുള്ള വചന ശുശ്രൂഷകർ, ദൈവത്തിൻ്റെ കരുണയാൽ കേരളത്തിൽ ഇന്ന് ദൈവം അറിയപ്പെടാൻ അനുവദിച്ച എല്ലാ വചന ശുശ്രൂഷകരും ഇന്ന് എടുത്തുപയോഗിക്കുന്ന ഒരു വചനം 9 വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞപ്പോൾ ദൈവം എന്നെ പിടിച്ചു നിർത്താൻ നൽകിയ വചനമാണ്. ആ വചനം പറയുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങളത് കേട്ടിട്ടുണ്ടെന്ന് പറയും. ഹബക്കുക്ക് 1:5 പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ രൂപതയുടെ ഭാഗമായ ഡൊമിനിക് അച്ഛൻ നിരന്തരം എടുത്ത് ഉപയോഗിക്കുന്നു. പട്ടായിലച്ഛൻ നിരന്തരം, എല്ലാ ശുശ്രൂഷകരും, അറുതൊട്ടി ബ്രദർ ഉൾപ്പെടെ സകലരും 9 വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിപരമായി എന്നെ താങ്ങിയ ഒരു ഉറപ്പാണ്. അന്ന് അനുഭവിച്ച വേദനകൾ ഒരിക്കലും എനിക്ക് ഇൻഡിസ്ക്രൈബിൾ, പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും ആവില്ല. നമ്മുടെ ജീവിതത്തെ ഇട്ട് വട്ടുതട്ടിയ ചില മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. മധുബഹയുടെ മുമ്പിൽ നിറമൊഴികളോടെ എഴുതിരുന്നാളും പോലെ എരിയുമ്പോഴും ചില മനുഷ്യരുടെ ഓർമ്മ നമ്മെ വേട്ടയാടുന്നുണ്ട്, ഇല്ലേ? ഇല്ലേ പ്രിയപ്പെട്ടവരെ? സംഗതി ഇപ്പൊ ദൈവത്തെ ആരാധിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ചില മനുഷ്യർ നമ്മുടെ ജീവിതം വിട്ട് കളിച്ച ചില മനുഷ്യരുണ്ട്. വെറുതെ ഒരു 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 നുള്ളു മണ്ണ് വാരിയിടുകയൊന്നുമല്ല, ജീവിതം നശിപ്പിച്ച് കളഞ്ഞ ചില മനുഷ്യർ, എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇളക്കിക്കളഞ്ഞ ചില മനുഷ്യരുണ്ട്. വെറുതെ ഒരു തെറി പറഞ്ഞു, അതൊന്നുമല്ല. എൻ്റെ ജീവിതം വിട്ട് കളിച്ച പന്താടിയ മനുഷ്യർ, അവരെ കുറിച്ചുള്ള ഓർമ്മ നമ്മളെ പഠിപ്പിക്കും. അവര് മൂലം നഷ്ടം വന്ന ചില അപാര നഷ്ടങ്ങൾ. അച്ഛാ, 5ഉം 10ഉം പൈസയൊന്നുമല്ല പോയത്, എൻ്റെ ജീവിതത്തിന്റെ സമ്പാദിച്ചത് മുഴുവൻ കൊണ്ടുപോയി, അഥവാ സൽപ്പേര് മുഴുവൻ കൊണ്ടുപോയി. ഞാനല്ലാതായി പോയച്ചോ. ശരിയാ, നമ്മുടെ ജീവിതത്തെ പന്താടിയ മനുഷ്യർക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? നിങ്ങളെ നക്ഷത്രം എണ്ണിക്കുക. നമ്മുടെ ജീവിതം വിട്ട് കളിച്ചവർക്ക് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഗുണം പിടിക്കാതെ നശിച്ചു പോകണം. നിങ്ങളുടെ ജീവിതം വിട്ട് കളിച്ച മനുഷ്യർക്ക് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്, നിങ്ങൾ നശിച്ച് അടങ്ങിപ്പോകണം. എന്നാൽ എൻ്റെ ഏറ്റവും വിലപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഉദ്ദേശത്തെക്കാൾ മെച്ചപ്പെട്ട ശക്തമായ ഒരു ഉദ്ദേശം നമ്മുടെ ദൈവത്തിനുണ്ട്. തിരുമണ്ടത്തരങ്ങൾ, പരമമഠേത്തരങ്ങൾ, ലൗകിക ഭോഷത്തരം വിളമ്പി പറയുന്നത് പോലെയാണ് അപ്പാരന്റ്ലി, പ്രത്യക്ഷത്തിൽ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ഒരു ശുദ്ധ മണ്ടത്തരങ്ങൾ, പരമമഠേത്തരങ്ങൾ, വെറും ഭോഷത്വം വിളമ്പുന്നത് പോലെയാണ് കാണപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യൻ ഈ പറയുന്നത് വിശ്വസിക്കുമോ? നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനൊരു ദേവാലയം പണിയാൻ ദൈവം ഇടവരുത്തി, കുഞ്ഞു ദേവാലയം, അത് നശിപ്പിക്കാനായിട്ടൊരൊറ്റ ദിവസം JCB വന്നു, ആൾക്കാരും കൂടി പെട്ടെന്ന് ഓർഡർ ഇറക്കി. 2 മണിക്കൂർ കൊണ്ട് ഓർഡർ ഇറക്കി. 3:30 മണിയായപ്പോൾ പള്ളി പൊടി പോലും ശേഷിക്കാത്ത പോലെ ആക്കി. പിന്നീടത് പണിതെടുക്കുവാൻ 3 വർഷം വേണ്ടി വന്നു. നശിപ്പിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. പടുത്തുയർത്തുക എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാനാവാത്ത ഭാരമാണ്. പക്ഷേ ആദ്യത്തെ വായനയിൽ യെശയ്യായിലൂടെ ദൈവം പറയുക, കുഞ്ഞേ, എൻ്റെ പൊന്നോമന കുഞ്ഞേ,
നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ് നിന്റെ നിർമ്മാതാക്കൾ. നിന്നെ പടുത്തുയർത്തുന്നവര് നിന്നെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചവരെക്കാൾ വേഗത്തിൽ പ്രവൃത്തി ചെയ്യും. നമുക്കിത് ശുദ്ധ മടയത്തരമല്ലേ? തീർച്ചയായിട്ടും അതെ. പ്രായോഗിക ബുദ്ധി കൊണ്ട് നോക്കിയാലും ലോകപരിചയം കൊണ്ട് നോക്കിയാലും തവിടുപൊടിയാക്കാൻ എളുപ്പമാണ്, ചിതറിച്ച് കളയാൻ എളുപ്പമാണ്. പക്ഷെ പടുത്തുയർത്തുക ചങ്ക് പൊട്ടുന്ന കാര്യമാണ്. ദൈവം നമുക്കിന്ന് ഈ ശുദ്ധ കുർബാനയിലൂടെ നൽകുന്ന ഉറപ്പ്, കുഞ്ഞെ, നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗത്തിൽ, നിന്നെ വഞ്ചിച്ചവരെക്കാൾ വേഗത്തിൽ, നിന്റെ കണ്ണീര് കാണുവാനായി കെണികൾ ഒരുക്കിയവരെക്കാൾ വേഗത്തിൽ നിന്റെ ദൈവം നിന്നെ പുനഃസൃഷ്ടിക്കും. ഇത് ഒരു ലഹരിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞതല്ല. ബൈബിള് വ്യക്തമായിട്ട് പറയുന്നു. ദൈവമായ കർത്താവ് ശപഥം ചെയ്ത് പറയുന്നു. എന്താ ഇതിന്റെ പ്രത്യേകത? ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പൊതു ശൈലിയിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് ശപഥം ചെയ്ത് പറയുന്നു. ബോധത്തോടുകൂടിയുള്ള, തീരുമാനത്തോടുകൂടിയുള്ള പറച്ചിൽ. നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗത്തിൽ ദൈവം നിന്നെ പുനഃസൃഷ്ടി ചെയ്യും. ഇത് ദൈവാരാധകന്റെ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു അഭിഷേകത്തിന്റെ പ്രതിരോധം ഈ വചനം നമുക്ക് തരുകയാണ്. ദൈവമായ കർത്താവ് ശപഥം ചെയ്ത് പറയുന്നു, നിന്നെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ നാശം ആരംഭിച്ചത് നിന്റെ 4.5 വയസ്സിൽ ആരംഭിച്ചതാണ്. നിന്റെ 13-ാം വയസ്സിൽ. എന്തിനു? നിന്റെ വിവാഹത്തിന് ശേഷവും ചിലരൊക്കെ നിന്നെ വേട്ടയാടി നശിപ്പിച്ചു കളഞ്ഞു. ഭാരവും വേദനയും ആരോടും പറയാൻ പറ്റാതെ നിന്ന് വിതുമ്പിയില്ലേ? അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിന്റെ അകത്തളത്തിൽ ഉരുകുന്ന പുക പോലെ ചതഞ്ഞു പോയില്ലേ? ആരോരും അറിയാതെ വർഷങ്ങൾ 24 നീ സഹിച്ചില്ലേ? നിന്നെ അവരൊറ്റ തിരിഞ്ഞാക്രമിച്ചു, നിന്നെ സമൂഹത്തിൽ വേർതിരിച്ചു, നിന്നെ മാറ്റി നിർത്തി, നിന്നെ ചതഞ്ഞ ഞാങ്ങണ പോലെ തല്ലിക്കൊഴിച്ചു. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ പടുത്തുയർത്തും. നിന്നെ നശിപ്പിച്ചവരുടെ കെണികളെക്കാൾ, അവരുടെ ബുദ്ധിയേക്കാൾ വേഗതയിൽ ശീഘ്രം ഞാനൊരു പ്രവൃത്തി ചെയ്യും. ഇത് ഞാൻ ശപഥം ചെയ്ത് പറയുന്നതാണ്. ഇത് ഞാനൊരു തരത്തിന് നിന്നെ ബലപ്പെടുത്താൻ പറയുന്നതല്ല. നീ എങ്ങനെങ്കിലും എൻ്റെ ദേവാലയത്തിൽ വന്ന് എൻ്റെ കാണിക്ക വഞ്ചിയിൽ 10 തുട്ടിടാൻ വേണ്ടി പറയുന്നതല്ല. നിന്റെ ദൈവമായ കർത്താവ് ശപഥം ചെയ്ത് പറയുന്നു. എൻ്റെ മത്സരമുള്ള സഹോദരങ്ങളെ, ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിന് ഒരിക്കലും വ്യാഖ്യാനം വേണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജസ്റ്റ് റീറീഡ് ദ ബൈബിൾ. ബൈബിൾ തന്നെ വായിച്ചാൽ മതി. ബൈബിളിനെ ഉപകഥകൾ കൊണ്ട് നശിപ്പിക്കരുത്, കഥകൾ ചേർക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബൈബിളിനകത്ത് ശക്തി ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുകയാണ്. താഴോട്ട് പറയുകയാണ് മകൻ വായിച്ച ഭാഗത്ത്, വന്ധ്യയും പുത്രഹീനയും പരിത്യക്തയും വിപ്രവാസിനിയുമായി എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളോ എന്ന് നീ അത്ഭുതപ്പെടും. നെഞ്ചത്ത് കൈവച്ച് ചങ്കത്ത് വിരലോടിച്ച്, എൻ്റെ പ്രിയ സഹോദര, നീയും ഞാനും ചങ്കത്ത് കൈവച്ചിട്ട് അത്ഭുതപ്പെട്ട് പറയും, പുത്രഹീനയും വന്ധ്യയുമായ, എന്ന് വെച്ചാൽ മക്കളില്ലാത്ത. രണ്ടിനും ഒരേ അർത്ഥം. അതിൻ്റെ കൂടെ പരിത്യക്ത, മക്കളില്ലാത്ത ഒരു സഹോദരിയെ അല്ലെങ്കിൽ മക്കളില്ലാത്ത ഒരു അപ്പനെ ആൾക്കാർ കൂട്ടം തിരിഞ്ഞ് ഒറ്റപ്പെടുത്തിയാലോ അത് മരണത്തെക്കാൾ വേദനയാണ്. ഇനി അയാളെ നാടുകൂടെ കിടത്തിയാലോ? ഇതാണ് ബൈബിൾ പറഞ്ഞത്. പരിത്യക്തയും പുത്രഹീനയും വിപ്രവാസിനിയുമായി എനിക്ക് എല്ലാ അർത്ഥത്തിലും കെട്ടുപോയ വിളക്ക് ഇനി കത്തുമോ? എല്ലാ അർത്ഥത്തിലും കെട്ടുപോയ നീ ഇനി തിരിച്ചു വരുമോ? അനേക ശുശ്രൂഷകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പ്രിയച്ചാ, നല്ല കാലമെല്ലാം പോയി, എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ആ 15-നും 40-നും ഇടയ്ക്കുള്ള നല്ല കാലം, അത് കർത്താവിനെ അറിയാനോ എന്താണെന്നറിയത്തില്ല, എല്ലാം പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. 69 വയസ്സായി, 73 വയസ്സായി, എല്ലാം പോയച്ചോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദുഃഖമാണ്. പ്രിയപ്പെട്ട സഹോദര, ഈ ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖമല്ല. ദൈവഹിതപ്രകാരം ഒരു ദുഃഖമല്ല. നല്ല കാലം പോയി കാണും, നീ വീണ് പോയി കാണും, നിനക്ക് നല്ല കാലത്ത് ഒരുപാട് വീഴ്ചകൾ വന്ന് കാണും. ഇപ്പൊ തിരിഞ്ഞ് ചിന്തിക്കുമ്പം ഒരു ഉൾഭയം നിന്നെ വേട്ടയാടുന്നുണ്ടാവും. പലതും കൈവിട്ടു പോയി. നല്ല കാലത്ത് ദൈവമേ ഒന്നൊരു ഉൾവിളി സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഒന്നും നേടാനായില്ല. ഒക്കെ ശരിയാണ്, ഒരുപാട് പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം വ്യക്തമായി പറയുക, അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും, അതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് മുമ്പെന്ന പോലെ ഞാൻ അതിനെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, പണ്ട് നമ്മുടെ
ഒരു 25 വർഷം 30 വർഷം മുമ്പൊക്കെ കൂടുതലായി കല്യാണം വീട്ടുമുറ്റത്തായിരുന്നു അല്ലേ. പന്തൽ നമ്മൾ ഭംഗിയായിട്ടിടും. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മകൾ എനിക്കുണ്ട്. ഞങ്ങളുടെ കുട്ടനാട്ടിലെല്ലാം എപ്പോഴും പന്തലിട്ടായിരുന്നു. ചിലപ്പോൾ നല്ല മുന്തിയവർ പന്തലിനകത്തൊരു പൂമാല കൊണ്ട് നമ്മുടെ പെരുന്നാളിനൊക്കെ ചെയ്യുന്നത് പോലെ മേളിലൊരു അലങ്കാരപ്പണിയൊക്കെ ചെയ്യും. പലപ്പോഴും ബലമില്ലാതെ ചെയ്താൽ നല്ലൊരു കാറ്റത്ത് പന്തൽ വീണ് പോകും. എല്ലാവരും കൂടെ കൂടി, ബന്ധുക്കളും സ്നേഹിതരും എല്ലാവരും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ താങ്ങി പിടിച്ച് കല്യാണ തലേന്ന് അത് എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ട് അവരവർ തന്നെ പറയും, ഇന്നലത്തെ ആ സ്ഥിതി കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല, പക്ഷെ ഇത്രയൊക്കെ ആയല്ലോ. ഏതായാലും ഇന്നലത്തെ പോലെ ഒന്നും പറ്റിയില്ലെങ്കിലും അത്യാവശ്യം മെനയോടുകൂടി കാര്യങ്ങളൊക്കെ നടന്നേ. ഇന്നലെ വീണുപോയ പന്തലാന്ന് പറയുമോ, അത്യാവശ്യം എല്ലാം കെട്ടി. ഏതായാലും തങ്കച്ചനും അബ്രാച്ചനും എല്ലാം വന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാം കൂടെ കൂടി ഒന്ന് ഭംഗിയാക്കി. ഇങ്ങനെ ഒരു പൊത്തുപൊരുത്തമല്ല ദൈവവചനത്തിന്റെ വാഗ്ദാനം. തട്ടിയും മുട്ടിയുമുള്ള ഒരു പൊത്തുപൊരുത്തമല്ല. വചനം വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കാവോ പ്രിയപ്പെട്ടവരെ? അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും. ഒരു നടപ്പന്തൽ വീണതിന് ശേഷം ബന്ധുക്കളെല്ലാം ചേർത്തുയർത്തുന്ന പോലെ തന്നെ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് മുമ്പ് എന്ന പോലെ ഞാൻ ഉയർത്തും. ഇതാണ് നമ്മുടെ ആശ്വാസം. എൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചില നല്ല സഹോദരങ്ങളെയും സഹോദരികളെയും, അച്ഛാ 40 വയസ്സിന് മുമ്പ് ഒരുപാട് പാപത്തിൽ വീണുപോയി, നിനക്ക് 58 വയസ്സ്, ഇന്ന് നീ അതോർത്ത് നീ കരഞ്ഞിട്ടുണ്ട് കാര്യം. കുഞ്ഞെ, നിനക്കൊരു വചനമുള്ളത് ഇതാണ്, നിന്റെ വീണുപോയ കൂടാരത്തെ, വിശുദ്ധിയുടെ നന്മയുടെ ഭണ്ഡാകാരത്തെ കർത്താവ് വീണ്ടും ഉയർത്തും. അപ്പോൾ ഉയർത്തുമ്പോൾ തട്ടിയും മുട്ടിയും അത്യാവശ്യം കേടുവരാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞുയർത്തുകയല്ല, അതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് മുമ്പ് എന്ന പോലെ in the very pristine purity, ആദ്യ മഹത്വത്തിൽ നിന്നെ ഉയർത്തും എന്ന് വെച്ചാൽ ദൈവവചനം കള്ളത്തരം പറയില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ 21-ാം വയസ്സിൽ ആർജിക്കാൻ പറ്റാതെ പോയ വിശുദ്ധി, 23-ാം വയസ്സിൽ കിട്ടാതെ പോയ പക്വത, 26-ാം വയസ്സിൽ തട്ടി തൂക്കിക്കളഞ്ഞ ആ അഭിവൃദ്ധി, നന്മ കർത്താവ് തന്നിട്ടേ അന്ത്യശ്വാസം അനുവദിക്കൂ വിശ്വസിക്കുന്നവർക്ക്. അതുകൊണ്ടാ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്ന് പറഞ്ഞത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വരികിൽ പണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തന്നിട്ട് നിന്റെ കൂടാരത്തെ അതിന്റെ മഹത്വത്തിൽ നിർത്തും. കാരണം എന്താണ്? നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗതയുള്ളവരാണ്. അത് തന്നെ കാര്യം. നിന്നെ പുനർനിർമ്മിക്കുന്നവൻ നിന്നെ നശിപ്പിച്ച് കുളം തോണ്ടിയവനേക്കാൾ വേഗതയുള്ള ആളാണ്. പ്രിയപ്പെട്ടവരെ, നാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ ഇട്ട് വട്ടുതട്ടിയ ചില മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ലേ? ഉണ്ട്. മധുബഹയുടെ മുമ്പിൽ നിറമിഴികളോടെ എഴുതിരുന്നാളും പോലെ എരിയുമ്പോഴും ചില മനുഷ്യരുടെ ഓർമ്മ നമ്മെ വേട്ടയാടുന്നുണ്ട്. ഇല്ലേ പ്രിയപ്പെട്ടവരെ? സംഗതി ഇപ്പൊ ദൈവത്തെ ആരാധിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ചില മനുഷ്യർ നമ്മുടെ ജീവിതം വിട്ട് കളിച്ച ചില മനുഷ്യരുണ്ട്. വെറുതെ ഒരു നുള്ളു മണ്ണ് വാരിയിടുകയൊന്നുമല്ല, ജീവിതം നശിപ്പിച്ച് കളഞ്ഞ ചില മനുഷ്യർ, എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇളക്കിക്കളഞ്ഞ ചില മനുഷ്യരുണ്ട്. വെറുതെ ഒരു തെറി പറഞ്ഞു, അതൊന്നുമല്ല. എൻ്റെ ജീവിതം വിട്ട് കളിച്ച പന്താടിയ മനുഷ്യർ, അവരെ കുറിച്ചുള്ള ഓർമ്മ നമ്മളെ പഠിപ്പിക്കും. അവര് മൂലം നഷ്ടം വന്ന ചില അപാര നഷ്ടങ്ങൾ. അച്ഛാ, 5-10 പൈസയൊന്നുമല്ല പോയത്, എൻ്റെ ജീവിതത്തിന്റെ സമ്പാദിച്ചത് മുഴുവൻ കൊണ്ടുപോയി, അഥവാ സൽപ്പേര് മുഴുവൻ കൊണ്ടുപോയി. ഞാനല്ലാതായി പോയച്ചോ. ശരിയാ, നമ്മുടെ ജീവിതത്തെ പന്താടിയ മനുഷ്യർക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? നിങ്ങളെ നക്ഷത്രം എണ്ണിക്കുക. നമ്മുടെ ജീവിതം വിട്ട് കളിച്ചവർക്ക് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഗുണം പിടിക്കാതെ നശിച്ചു പോകണം. നിങ്ങളുടെ ജീവിതം വിട്ട് കളിച്ച മനുഷ്യർക്ക് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ നശിച്ച് അടങ്ങിപ്പോകണം. എന്നാൽ എൻ്റെ ഏറ്റവും വിലപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഉദ്ദേശത്തെക്കാൾ മെച്ചപ്പെട്ട ശക്തമായ ഒരു ഉദ്ദേശം നമ്മുടെ ദൈവത്തിനുണ്ട്. നമ്മളെ പറിച്ചു കീറിയ മനുഷ്യന്റെ ഉദ്ദേശത്തെക്കാൾ 100 ഇരട്ടി ശക്തമായ ഒരു ഉദ്ദേശം ദൈവത്തിന് അതിലൂടെ ഉണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഗീവർഗീസ് തൻ്റെ ജീവിതം പറിച്ചു കീറപ്പെടുമ്പോൾ താൻ നേരിട്ട വ്യാളിയേക്കാൾ വലിയ വ്യാളി, ഒരുപക്ഷെ ആ വ്യാളി പോലും സിംബോളിസമാണ്. മനുഷ്യരിൽ നിൽക്കേണ്ടി വന്ന ഒറ്റപ്പെടുത്തലുകളുടെയും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങളുടെയും ഒരു സിംബോളിസം ആ വ്യാളി. അതിനെ നേരിട്ടു എന്ന് വെച്ചാൽ എൻ്റെ ദൈവം ഇതിനും അപ്പുറത്തേക്ക് എന്നെ എത്തിക്കുമെന്ന ഉറപ്പാണ്. ഈ ഉറപ്പിന്റെ ആഘോഷമാണ് ഈ കുർബാന.
ഈ ഉറപ്പിന്റെ ആഘോഷമാണ്. യൂഥിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ജീവിതത്തിൽ ബൈബിളിൽ നിന്നാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു വചനം ഞാൻ കണ്ടു. അടുത്തിടയ്ക്ക് യൂറോപ്പിൽ നിന്നും റോബിൻ എന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചപ്പോഴാണ് ഈ വചനം ഞാൻ കണ്ടത്. ഒരു 8 മാസം മുമ്പ് ബൈബിളിൽ ഉണ്ടോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയെങ്കിൽ വലിയ ഭാവം പറയല്ല, തീർച്ചയായും നിങ്ങൾ അതിലും മേലെ ഞെട്ടിപ്പോകുമായിരിക്കും. ഈ യൂഥിത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 19 8-ാം അധ്യായം 19 ഞാൻ മറന്നുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂഥിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 19 വാക്യമാണ്. വിശുദ്ധ രാജകീയ പുരോഹിത ജനമേ, ഞാൻ ആ വചനം ഒന്ന് പറയട്ടെയോ? ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറൂസലമിലേക്ക് നയിക്കും. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറൂസലേമിലേക്ക് നയിക്കും. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? നിന്നെ കൊല്ലാൻ, ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഇങ്ങനെ പാർത്തിരിക്കുന്ന മനുഷ്യന്റെ കൈപ്പാങ്ങിലൂടെ നിന്നെ ഞാൻ ജെറൂസലേമിൽ കൊണ്ടുവരും. നീ നശിച്ചു കാണാൻ നോമ്പ് നോറ്റ മനുഷ്യന്റെ കണ്ണിന്റെ വഴിത്താരയിലൂടെ തന്നെ ഓമന കുഞ്ഞെ ഞാൻ നിന്നെ വഴി നടത്തി ജെറൂസലേമിൽ കൊണ്ടുവരും. അങ്ങനെ ജെറൂസലേമിൽ എത്തിച്ചു കഴിയുമ്പം ഇത്രയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ, ഇനിയിപ്പോൾ നിങ്ങൾ എവിടാണെങ്കിൽ പോയി രക്ഷപ്പെട്ടോ, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കൈയൊഴുകിയല്ല ദൈവം. നമ്മളെ മനുഷ്യന്റെ കഴുകനെ പോലെ പറിച്ചു കീറാനായി കൊതിച്ച് കാത്തിരിക്കുന്ന, വ്രതമെടുത്തിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലൂടെ നടത്തിക്കൊണ്ടുപോയി മഹത്വത്തിന്റെ ജെറൂസലേമിൽ വെറുതെ എവിടെങ്കിലും ഒരു മൂലയ്ക്കല്ല, ജെറൂസലേമിന്റെ ഒത്ത നടുക്ക് ഞാൻ നിന്റെ സിംഹാസനം ഉറപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഈ വചനമൊക്കെ എന്നാ വചനമാണ്! ഈ വചനത്തിൻ്റെയൊക്കെ പൊരുൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ നടത്തിക്കൊണ്ട് വന്നിട്ട് പൊക്കെ രക്ഷപ്പെട്ടു, ഇനി പൊക്കെ ഇനി എവിടെ പോയി മറിച്ച് എങ്ങനെ എവിടാന്ന് വെച്ചാൽ പോയി രക്ഷപ്പെട്ടോ? അല്ല, അങ്ങനെയല്ല. ജെറൂസലേമിന്റെ ഒത്ത നടുക്ക് നിന്നെ കൊണ്ട് സ്ഥാപിക്കും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെ നയിക്കും. നീ ഒരു അപ്പൻ എന്ന അർത്ഥത്തിൽ, നീ ഒരു വൈദികൻ എന്ന അർത്ഥത്തിൽ, നീ ഒരു ഹെഡ് മാസ്റ്റർ എന്ന അർത്ഥത്തിൽ, ഒരു അധ്യാപകൻ എന്ന അർത്ഥത്തിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു റിമാർക്കബിൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നീ ആണോ നയിക്കുന്നത് ചോദിച്ചാൽ നീയാണ് നയിക്കുന്നത്. എന്നാൽ നീ നയിക്കുമ്പോൾ ജനങ്ങളെല്ലാം നയിക്കപ്പെടുകയാണ്. ആരാണ്ടൊരു വലിയ ഉടയതമ്പുരാനെ പോലെ വലിയ രാജാവിനെ പോലെ ഒരാൾ നയിച്ചെന്ന് ആരും പറയില്ല. നിങ്ങളുടെ വിചാരിച്ചൻ ആരാ? ഇനി അച്ഛൻ അല്ലച്ചോ, അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ പിന്നില, ഞങ്ങളെ ദൈവം നയിക്കുന്നത് പോലെ. കണ്ടോ, ആരാ നിങ്ങളുടെ സ്കൂൾ ടീച്ചർ? ചെറിയ സാറാ. പക്ഷെ സാർ എപ്പോഴും പിന്നില. അച്ഛാ, സാറ് ഞങ്ങളെ എപ്പോഴും മുമ്പിൽ നിർത്തും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെ നയിക്കും. നീ നിന്റെ ശുശ്രൂഷയ്ക്ക് പേരും പ്രശസ്തിക്കും വേണ്ടി ഒന്നും ചെയ്യില്ല, എന്നാൽ ജനമെല്ലാം നയിക്കപ്പെടുകയും ചെയ്യും. നിനക്കെതിരെ കുരയ്ക്കുവാൻ ക്ഷമിക്കണം ഈ വചനം പറയുമ്പോൾ, നിനക്കെതിരെ കുരയ്ക്കുവാൻ ഒരു പട്ടി പോലും വാതുറക്കുകയില്ല. നിനക്കെതിരെ കുരയ്ക്കുവാൻ ഒരു പട്ടി പോലും. ഞാൻ ഞെട്ടിപ്പോയി വചനം. ദൈവമേ, ഇത് എവിടെ പോയി ആളുകൾ വല്ലതും വിചാരിക്കും? യൂഥിത്ത് 8:19. ദൈവത്തിൻ്റെ കരുതൽ നമ്മെ യൂദയായുടെ നടുവിലൂടെ നടത്തി ജെറുസലേമിലെത്തിക്കുമ്പോൾ ഒന്നിലും ഊറ്റം കൊള്ളാതെ എൻ്റെ ദൈവം എന്നെ നടത്തി എന്ന് പറഞ്ഞ് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാകട്ടെ ശുശ്രൂഷകൾ ദൈവമഹത്വത്തെ പ്രതി ചെയ്യുമ്പോൾ നിനക്കെതിരെ കുരയ്ക്കുവാൻ ഒരു പട്ടി പോലും വാതുറക്കുകയില്ല. ഇതാണ് ദൈവവചനത്തിൻ്റെ വാഗ്ദാനം. ഈ വാഗ്ദാനമാണ് പാവപ്പെട്ട നമുക്ക് ദൈവം തരുന്നത്. മധുബഹിയിൽ നിന്ന് കുതിച്ചൊഴുകുന്ന കൃപയുടെ സംരക്ഷണം ഇതാണ്. ഈ സംരക്ഷണമാണ് ദൂരത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ പ്രസിദ്ധന്തിമാർക്കും ഇടയ്ക്ക് കുർബാന അർപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി അലങ്കാര ശുശ്രൂഷയിലായിരിക്കുന്ന ചെറുപ്പക്കാർക്കും നമ്മുടെ അച്ഛനും സിസ്റ്റേഴ്സിനും എനിക്കുമെല്ലാം ഉള്ളത്. നമുക്കെതിരെ കുരയ്ക്കുവാൻ ഒരു പട്ടി പോലും വാതുറക്കാത്ത വിധം അഭിഷേകത്തിൻ്റെ ഒരു കടൽ ഉള്ളിൽ ദൈവം ഇട്ടു തരും. ഇത് നമ്മുടെ ഗുണമല്ല, ദൈവത്തിൻ്റെ കരുണ മാത്രം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നേരുന്നു. ഈ കൃപയുടെ നിറവിലാണ് വിശുദ്ധർക്കൊന്നും ബാക്കിയുള്ളതൊക്കെ നിസ്സാരമായി പോയത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടേണ്ട, അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാന്ന് പറയുന്ന വചനം നമ്മൾ ഈ കേട്ട് ഫെമിലിയാരിറ്റി ബ്രിഡ്സ് കണ്ടംപ്റ്റ് എന്ന കേട്ട് ഇതിൻ്റെ ആ മഹത്വം അങ്ങ് പോകാനിടയുണ്ട്. ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മേലെ ഉണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുനാളിന് പരിമിത സമയമായതുകൊണ്ട് എനിക്ക് പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു കുഞ്ഞ് അനുഭവം വചനത്തിൻ്റെതാണ്. കഥകൾ പറയുന്നത് ഒരു പക്ഷേ സുവിശേഷത്തിൻ്റെ ഇടയ്ക്ക് ശരിയല്ലെന്നാണ് എൻ്റെ വിചാരം. ഒരു ധ്യാനമൊക്കെയാണേ ഓക്കെ. ഒരു കുഞ്ഞു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കും. 9 വർഷം മുമ്പ് ഒരു കുഞ്ഞു ദേവാലയം കുട്ടനാട്ടിൽ പണിയുന്ന സമയത്ത് അച്ഛനോടെ വന്നിട്ടുണ്ട്.
നമ്മുടെ സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരു കുഞ്ഞു ദേവാലയം കുട്ടനാട്ടിൽ പണിയുന്ന സമയത്ത് 70 വീട്ടുകാരേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞ് കൂടെ ഉണ്ടാവും, കൂടെ ഉണ്ടായിരുന്നു ഞാനും. പക്ഷേ ദേവാലയ നിർമ്മാണമൊക്കെ നമുക്കറിയാമല്ലോ, വീടൊക്കെ പണിത് അവസാനമാകുമ്പം നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. നമ്മൾ വിചാരിച്ച് 18 ലക്ഷത്തിൻ്റെ തീര് വന്ന് 19 22 ലക്ഷമായി ജനൽ വെച്ച്. പക്ഷേ അകത്തെ പണികൾക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പറന്നു പോകും. ദേവാലയത്തിൻ്റെ അവസാന വിനാഴികയായപ്പോൾ എനിക്ക് മാനസികമായിട്ട് എൻ്റെ നിലതെറ്റുന്നത് പോലെയുള്ള ഭാരമായി. നിലതെറ്റുന്നത് പോലെയുള്ള ഭാരം, നിലതെറ്റിപ്പോകുന്ന പോലെയുള്ള ഭാരം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് പറഞ്ഞു, അപ്പാ പിതാവേ, പരിശുദ്ധമ്മയെ ഔസ്യപിതാവും വഴി ഞാൻ കരയുകയാണ്. എനിക്ക് എൻ്റെ നിലതെറ്റിപ്പോകുന്നു. ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഭ്രാന്തനായി തന്നെ പോയേക്കാം. എനിക്ക് ഒരു കൈത്താങ് വേണം, ഒരു കൈത്താങ് വേണം. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് വചനം തുറന്ന സമയത്ത് 9 വർഷം മുമ്പ് എൻ്റെ ചങ്കത്തേക്കൊരു വചനം വന്ന് വീണു. ഇന്ന് 9 വർഷങ്ങൾക്ക് ശേഷം കേരളം മുഴുവനുമുള്ള വചന ശുശ്രൂഷകർ, ദൈവത്തിൻ്റെ കരുണയാൽ കേരളത്തിൽ ഇന്ന് ദൈവം അറിയപ്പെടാൻ അനുവദിച്ച എല്ലാ വചന ശുശ്രൂഷകരും ഇന്ന് എടുത്തുപയോഗിക്കുന്ന ഒരു വചനം 9 വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞപ്പോൾ ദൈവം എന്നെ പിടിച്ചു നിർത്താൻ നൽകിയ വചനമാണ്. ആ വചനം പറയുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങളത് കേട്ടിട്ടുണ്ടെന്ന് പറയും. ഹബക്കൂക്ക് 1:5 പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ രൂപതയുടെ ഭാഗമായ ഡൊമിനിക് അച്ഛൻ നിരന്തരം എടുത്ത് ഉപയോഗിക്കുന്നു. പട്ടായിലച്ഛൻ നിരന്തരം, എല്ലാ ശുശ്രൂഷകരും, അറുതൊട്ടി ബ്രദർ ഉൾപ്പെടെ സകലരും 9 വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിപരമായി എന്നെ താങ്ങിയ ഒരു ഉറപ്പാണ്. അന്ന് അനുഭവിച്ച വേദനകൾ ഒരിക്കലും എനിക്ക് ഇൻഡിസ്ക്രൈബിൾ, പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും ആവില്ല. മനസ്സിലുള്ളവരെ, ആ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇന്നും മുഖച്ചുളിവില്ലാതെ ഞാൻ നിലകൊള്ളുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറേ പാട്ടൊക്കെ എഴുതിയതിന് ശേഷം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം, പണ്ട് കരയുകയും നിലവിളിക്കുകയും നീറുകയും വാടിപ്പോവുകയും മടുത്തു പോവുകയും പിന്നോക്കം പോവുകയും ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ ദൈവത്തിൻ്റെ വചനം ബലപ്പെടുത്തി, നമ്മുടെ ഒരു ഗുണവുമല്ല, ദൈവവചനം ബലപ്പെടുത്തിയപ്പോൾ ഭാരങ്ങളിൽ നിന്നും പ്രഭാതത്തിൽ ദൈവം അനുവദിച്ച് മലയാളികളായ ഒരു 40,000 പരം മനുഷ്യർ ഒരിക്കൽ കരയുകയും ഒരിക്കൽ നിലവിളിക്കുകയും ഒരിക്കൽ കൂടുതൽ വിഷാദഭാവമുള്ളവനുമായിരുന്ന ഈ നിസാരനായ, ഒരു കാലഘട്ടത്തിൽ പരിഭ്രമം കൊണ്ടും അപകർഷത കൊണ്ടും അങ്ങ് പിന്നോക്കം നിന്നിരുന്ന എൻ്റെ വായിലൂടെ ദൈവം തരുന്ന ഒരു വചനം കേട്ടിട്ടാണ് ഇന്ന് ഉണരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അത് കേൾക്കുന്നുണ്ടാവും. ആമേൻ എന്ന വചനമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ വചനം കേട്ടവർ മാത്രം ഒന്ന് കരമുയർത്താവോ? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നത്, അഥവാ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഈ പാട്ടോ ഈ വചനമോ കേട്ടവർ മാത്രം ഈ പള്ളിയിൽ ഒന്ന് കരമുയർത്താവോ? ഒന്നത് കണ്ടോട്ടെ. ഞാൻ ഏതാണ്ട് 15 പേർക്കടുത്തുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വ്യക്തമായില്ലേ? 9 വർഷങ്ങൾക്ക് മുമ്പ് കേരള സഭയ്ക്ക് അജ്ഞാതമായിരുന്നു ഈ വചനം. ഞാനിതിൻ്റെ വലിപ്പമെടുത്തതല്ല, എൻ്റെ ചങ്ക് പിടഞ്ഞപ്പോൾ എന്നെ താങ്ങിയൊരു വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ഭാരങ്ങൾ. എൻ്റെ സ്വന്തക്കാരൻ്റെ സ്നേഹിതൻ, ഇന്നലെ ഒരു വൈദികൻ മരിച്ചു. എന്നെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ഒരു റജിയച്ചൻ ഇന്നലെ മരിച്ചു. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ മരിച്ചു. എൻ്റെ വലത്തുവശത്ത് 1000-ങ്ങളും 10,000-ങ്ങളും മരിച്ചു വീണേക്കാം. ജീവിച്ചാലും മരിച്ചാലും ഈ വചനത്തിൻ്റെ ബലം, അത് നമ്മൾ ഈ ജീവിതത്തിലേക്ക് മാത്രമുള്ളതല്ലോ. ഈ 60 വയസ്സ് വരെ ജീവിച്ച് എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ളതല്ലല്ലോ. അതിനുമപ്പുറമുള്ളൊരു കരുത്തായി തീരട്ടെ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചത്, ഈ കുർബാനയിൽ ആ ആവേശത്തിമർപ്പ്. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഞങ്ങൾ ചമ്പക്കുളത്തും പിന്നെ ആലപ്പുഴ നെഹ്റു ട്രോഫിക്കുമൊക്കെ വള്ളങ്ങൾ ഇങ്ങനെ കുതിച്ചു പായുമ്പോൾ വള്ളം തുഴയുന്നവരെക്കാൾ കരുത്തോടുകൂടി ഞങ്ങൾ കരയ്ക്കിരുന്നിങ്ങനെ കരങ്ങൾ കൊട്ടി ആർത്ത് പാടും, ശക്തമായിട്ട് ആർപ്പ് വിളിക്കുക എന്ന് പറയും. ഈ ഒരു ആവേശത്തിമർപ്പോടുകൂടിയാണ് തോമാസ് ലീഗയുടെ സഭയുടെ മക്കള് കുർബാന അർപ്പിക്കേണ്ടത്. അവരുടെ വായി ഇങ്ങനെ തുറന്ന് അധരങ്ങളിൽ നിന്ന് സ്തുതിമലരുകൾ സ്വർഗത്തിലേക്ക് ഉയരണം. കാരണം ഉറപ്പെന്താണ്? എന്താ ഉറപ്പ്? നമ്മെ പുനർനിർമ്മിക്കുന്നവൻ നശിപ്പിച്ചവരെക്കാൾ വേഗം ഇത് ചെയ്യും. ബാക്കി ഒരിക്കൽ വീണ്ടും ഹൃദയം പങ്കുവയ്ക്കാൻ ദൈവം അവസരം തരട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചു പിടിക്കാം. നാം ഒരു കേട്ടറിവിൽ അല്ല ഈ പള്ളിയിലിരിക്കുന്നത്. നാം ഒരു നാട്ടറിവോർത്തിട്ടുമല്ല, ഏതെങ്കിലും ഊഹാപോഹത്തിൽ വിശ്വസിച്ചിട്ടുമല്ല. നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നവരാണ്. ഈ പാവപ്പെട്ട നമ്മൾ
നമ്മുടെ കുറവുകളോടുകൂടി ദൈവസന്നിധിയിലിരിക്കുന്നു. പണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോയവനാ, സാരമില്ലെന്നേ. നിന്റെ വീണുപോയ കൂടാരത്തെ കേടുപാടുകൾ പരിഹരിച്ച് ആ 18-ാം വയസ്സിലെ പോലെ പുനഃസ്ഥാപിക്കാൻ യേശു വരുന്നുണ്ട്. നീ കരയണ്ട. അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. ഒരു ജന്മം മുഴുവൻ പരിത്യക്തിയും വിപ്രവാസിനിയും നമ്മുടെ കുടുംബത്തിൽ സമ്പത്തൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പക്ഷെ നീ ഒരിക്കൽ ചങ്കത്ത് കൈവച്ചിട്ട് തുള്ളിച്ചാടി പറയും, ദൈവമേ, അവരൊറ്റ തിരിഞ്ഞ് ആക്രമിച്ചിട്ടും നാട് കടത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും മക്കളില്ലാത്തതുപോലെ, മക്കളുണ്ടായിട്ടെന്നാ കാര്യം, ഇല്ലാത്തതുപോലെ തന്നെ എനിക്ക് ഇത്രയും ആശ്വാസം എവിടെ നിന്ന് എന്ന് നീ നെഞ്ചത്ത് കൈവച്ച് അത്ഭുതപ്പെടുവാൻ ആരുടെ വരുത്തും? നിന്റെ ദൈവം ഇടവരുത്തും. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ ദൈവപ്രവൃത്തിയെ കണ്ടതാണ് ഗീവർഗീസിൻ്റെ ധൈര്യം. നോക്കിയപ്പോഴും ചാട്ടവാറടിയോ കെണിയോ കുരുക്കോ മരണമോ അല്ല അവർ കണ്ടത്, ദൈവ സാന്നിധ്യത്തെ. അത് കാണാനും ഈ കുർബാനയിൽ ഇനിയുള്ള ഭാഗം എല്ലാ പ്രാർത്ഥനകളും, ഓരോ പ്രാർത്ഥനയും ഉറക്കെ അർപ്പിച്ച്, ഓരോ പ്രാർത്ഥനയും നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി ഒന്ന് അർപ്പിച്ച്, ഇനി കാർലോസോസ വരുമ്പം ഓരോ കാർലോസോസയും നമ്മുടെ ചെറുപ്പക്കാർ അർപ്പിക്കുമ്പം അതിനകത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യത്തെ കാർലോസോസ ചെല്ലുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർ, അടുത്തതിനകത്ത് എന്നെ പഠിപ്പിച്ച ആശാൻ, ഇങ്ങനെ ഓരോ പ്രാർത്ഥനയും വരുമ്പം നിങ്ങളൊന്ന് അർപ്പിച്ച് നോക്കി. ഇന്നത്തെ കുർബാനയിൽ എന്നെ വെറുത്തവർ, എനിക്കെതിരെ കേസ് കൊടുത്തവർ, എന്നെ ദുരുപയോഗിച്ചവർ, എനിക്ക് നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റാത്തവർ, ഞാൻ വഞ്ചിച്ചവർ, ഞാൻ മറന്നവർ, എൻ്റെ കുടുംബത്തിൽ എന്നോട് പ്രാർത്ഥന ചോദിച്ചവർ, അങ്ങനെ ഓരോരുത്തരെയും ഒന്ന് അർപ്പിച്ച് ഈ കുർബാന നമുക്ക് അത്ഭുതകരമായ ഒരു അഭിഷേകമാക്കാം. ദൂരെ ഇരുന്ന് ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അഭിഷേകത്തിൻ്റെ കനല് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, 2001 കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ട് പാടി ദൈവം തന്നെ എന്നിലൂടെ തന്നൊരു പാട്ടാണ്. എന്ത് പാട്ടെ പാടി? അവിടെ 3 ചെറുപ്പക്കാരൊരു വീട്ടിലിരുന്ന്, വാടക വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് മഞ്ഞ് വീണുവെന്നാണ് അവർ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് സത്യമാണെങ്കിൽ ദൈവത്തിന് നേരിട്ട് തൊടാൻ സാധിക്കും. ദൂരത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നേരിട്ട് പങ്കെടുത്താൽ എന്നതിനേക്കാൾ അധികമായി ദൈവം തൊടട്ടെ.